ഹലോ നമസ്കാരം, ഹന്നാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ ചാനലിൻ്റെ നെയിമൊന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ്. കാരണം എൻ്റെ ചാനലിൽ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സംഭവങ്ങളുള്ളതുകൊണ്ട്, വീഡിയോസൊക്കെ വരുന്നതുകൊണ്ട് ചാനലിൻ്റെ നെയിം ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഹന്നാസ് വേൾഡ് എന്നാണ് ആക്കിയേക്കുന്നത്. ഒരു നല്ലൊരു അടിപൊളി പേരെനിക്ക് കണ്ടുപിടിച്ചിട്ട് ചാനലിന് ഇടണമെന്നുണ്ട്. അപ്പം അതിൻ്റെ ഞങ്ങൾ പതിവ് പോലെ യാത്രകൾ തുടരുകയാണ്. യാത്രകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ട്രാവൽ വ്ലോഗുകൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ്. ഞാൻ വാഗമണിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗമണിലോട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ചെറിയൊരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് എന്ന് പറയാം. ഇന്ന് അവിടെ സ്റ്റേ ആണ്. അപ്പം ഞങ്ങൾ പോവുകയാണ്, യാത്രകൾ തുടരുകയാണ്. രാവിലെ ഒരു 12:30 1:30 ആയപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. കൂടെ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഫാമിലി, ഞാനും ഹസ്ബൻഡും മക്കളും, പിന്നെ പപ്പ അമ്മ, പിന്നെ എൻ്റെ അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാത്തൂൻ്റെ 2 പിള്ളേരുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അമ്മയുടെ ആങ്ങളേൻ്റെ മോനുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും പേരും കൂടെ കൂടിയിട്ട് 2 വണ്ടിയിലാണ് ഞങ്ങൾ പോയിരുന്നത്. അപ്പം ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് വാഗമൺ. അപ്പം നാച്ചുറൽ ബ്യൂട്ടി തുളുമ്പി നിൽക്കുന്നൊരു സ്ഥലമാണ് വാഗമൺ കേട്ടോ. അപ്പോൾ കുറേ മലനിരകളും തേയിലത്തോട്ടങ്ങളും അങ്ങനെ ഒരുപാട് എസ്റ്റേറ്റുകളൊക്കെ ചേർന്നതാണ് വാഗമൺ. നല്ല അടിപൊളി വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ യാത്രകളിൽ ഇതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം നമുക്ക് യാത്ര തുടരാം. അപ്പം ഈ ഒരു ഭാഗത്തോട്ട് ഉപ്പുതറയിൽ കഴിഞ്ഞ് പോരുമ്പോഴത്തേക്ക് കുറച്ച് ഭാഗം കട്ടറാണെങ്കിലും നമുക്ക് റോഡ് നല്ല സൂപ്പർ റോഡാണ് കേട്ടോ. അധികം വണ്ടികളും വാഹനങ്ങളൊന്നും അധികം അതിലേ വരുന്നില്ല. അപ്പം നല്ല സൂപ്പർ റോഡാണ്. അതിൻ്റെ ആ സൈഡിൽ കൂടെ ഒരു ചെറിയൊരു പുഴയൊക്കെ പോകുന്നുണ്ട്. നല്ല ഭംഗിയാണ്, നാച്ചുറൽ ബ്യൂട്ടിയാണ് കാണാൻ. എന്ത് ഭംഗിയാണ് കാണാമെന്നറിയാമോ? അവിടെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പണ്ടത്തെ ഫാക്ടറിയാണ്. ഈ തേയിലയുടെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഫാക്ടറിയാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്നും വർക്കിംഗ് അല്ല കേട്ടോ. ഇപ്പം ഈ എസ്റ്റേറ്റുകളൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ട് ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് അവർക്ക് വരുമാനം എടുത്ത് ജീവിക്കാം, അങ്ങനെയുള്ള രീതിയിലാണ് ഈ എസ്റ്റേറ്റൊക്കെ. അതിൻ്റെ കാര്യങ്ങളെല്ലാം നിന്ന് പോയതാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഒരുപാട് വീടുകളും അവിടെ കുറേ മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഈ ഒരു തേയിലത്തോട്ടത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ പേരുണ്ട് അവിടെ. അതുപോലെ ഇഷ്ടംപോലെ വഴിയിൽ നിറച്ച് പശുക്കളെ കാണാം, നല്ല അടിപൊളി പശുക്കളെ കാണാം. നിങ്ങളെല്ലാം റോട്ടിലെല്ലാം ഇങ്ങനെ കിടക്കും. നമ്മൾ വേണമെങ്കിൽ വണ്ടി മാറ്റിക്കൊണ്ട് പൊക്കോണം. അതാണ് അവരുടെ പോളിസി, അവരുടെ വഴി, അവരുടെ ലോകം. അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ യാത്രകൾ തുടരുകയാണ് ഗൈസ്. പിന്നെ നമ്മളതിൻ്റെ ഈ കയറ്റം കയറി ചെല്ലുന്നത് തൊട്ടിട്ടാണ് റിസോർട്ടുകൾ തുടങ്ങുന്നത്. ആ ഒരു താഴ്വാരങ്ങളിലെല്ലാം റിസോർട്ടുകളാണ്. ഈ കാണുന്ന എല്ലാം റിസോർട്ടാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ ഇക്കരെ നിന്നാൽ അക്കരെ കാണാമെന്ന് പറയില്ല. അപ്പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു വശത്തുള്ള റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കുറേ വെള്ളച്ചാട്ടങ്ങൾ, അതിൻ്റെ ഇടയിൽ കുറേ തോടുകൾ, അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ദൈവം ഇത്രയും നല്ല സൗന്ദര്യത്തിൽ നമ്മുടെ നാട് ഇത്രയും ഭംഗിയിൽ സൃഷ്ടിച്ചല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അത്രയ്ക്ക് ബ്യൂട്ടിയാണ്. അപ്പം ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാണാനല്ലേ. അവിടെ നിന്ന് 1 മണിക്കൂർ അടുത്ത യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ക്ഷീണമല്ല. പിന്നെ വണ്ടിയെ കയറി ഉടനെ വിശക്കും. ആ ഒരു സ്വഭാവം എനിക്കുള്ളതുകൊണ്ട് എന്തൊക്കെ ഞങ്ങൾ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ 2 വണ്ടിയിലായതുകൊണ്ട് പുറകിൽ മക്കളും അവരെല്ലാവരും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസോർട്ടിലോട്ട് തിരിയുന്ന വഴിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി റിസോർട്ടിൻ്റെ കാഴ്ചകളും റിസോർട്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അതേ നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ബിയോണ്ട് പൈൻസ് എന്നാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി റിസോർട്ടാണ്. നമുക്ക് റിസോർട്ടിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളും അത് എങ്ങനെയായിരിക്കുന്നതും അതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂസും എല്ലാം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുവേണ്ടി നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് ഗൈസ്. നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിസോർട്ടിൽ നിന്നുള്ള ഒരു വ്യൂ കേട്ടോ. നല്ല അടിപൊളി മൗണ്ടെയ്ൻസ് ആണ് കാണുന്നത്. ഫ്രണ്ടിൽ മൗണ്ടെയ്ൻസ്, പിന്നെ അതുപോലെ തന്നെ വാട്ടർഫോൾസ് ഉണ്ട്.
പിന്നെ താഴെ വശത്ത് കുറേ റിസോർട്ടുകൾ കാണാം, അതുപോലെ തേയിലത്തോട്ടം കാണാം. അതിൻ്റെ വ്യൂസ് എല്ലാം ഞാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വീഡിയോ ഇടാം. അതുപോലെ തന്നെ പൈൻ മരത്തോട്ടം കാണാം, അതെല്ലാം കാണാം. ആദ്യം റൂമിലോട്ട് കയറാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഇനി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ദൂരെ കാണുന്ന അത് ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അവിടെ ഒരു വാട്ടർഫോൾസ് കാണാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇപ്പുറത്തെ സൈഡിലുള്ളതാണ് നമ്മുടെ പൈൻ മരത്തോട്ടം. അത് നമ്മുടെ പിന്നെ ഫോറസ്റ്റുകാർ വെച്ച് പിടിപ്പിച്ചേക്കുന്നതാണെന്നാണ് പറയുന്നത്. അതെ, ആയിരിക്കണം. ഇവിടെയൊന്നും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതൊക്കെ മഞ്ഞ് മലയൊക്കെയുള്ള സ്ഥലങ്ങളിലാണല്ലോ സാധാരണ പൈൻ മരങ്ങളൊക്കെ ഉണ്ടാവുക. അതൊക്കെ ഫോറസ്റ്റ് വെച്ച് പിടിപ്പിച്ചതാണ്. ഇനി നമുക്ക് റൂമിലെ കാര്യങ്ങളും റൂം എങ്ങനെയാണെന്നുള്ളതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. ഇനി നമുക്ക് റൂം കാണാം. ഇതുപോലെ 2 കോട്ടേജാണ് ഞങ്ങൾ എടുത്തിരുന്നത്. 2 കോട്ടേജിൽ 4 ബെഡ്റൂം അങ്ങനെയായിരുന്നു. അപ്പം നമുക്ക് ബാക്കി കാണാം. അതേ, ഞങ്ങൾ റൂമിലോട്ട് കയറാൻ പോവുകയാണ്. ഫോട്ടോ അല്ല, വീഡിയോയാണ്, യൂട്യൂബിൽ കാണാതെ. അപ്പം ഞങ്ങളത് പെട്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിൽ കാണിക്കാമേ. ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ്. റൂം ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. ഇതാണ് റൂം. പൊളി പൊളി പൊളിയേ, അടിപൊളി. ബാത്റൂമിൽ ആറാണ്. അപ്പോൾ അതേ റൂമിൻ്റെ കർട്ടനൊക്കെ മാറ്റി എങ്ങനെ തുറക്കുക? ഇങ്ങനെ നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു റൂം, പിന്നെ ഇതിവിടെ ഒരു റൂം, പിന്നെ ഇതേണ്ട നമുക്കിവിടെ ഇരിക്കാൻ പറ്റിയൊരു റിലാക്സൊക്കെ ചെയ്യാൻ പറ്റിയൊരു എന്ത് ഏരിയ എന്ന് പറയുക, ലിവിങ് ഏരിയ. പിന്നെ ഇത് ഡൈനിങ് ഉണ്ട്, ഒരു കിച്ചൺ എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു ഓവൻ ഉണ്ട്, നമ്മുടെ ടീ മേക്കർ ഉണ്ട്, വാഷിംഗ് ബേസിൻ, അങ്ങനെ ഒരു ചെറിയൊരു റൂമും കാര്യങ്ങളും. ഇതൊരു കോട്ടേജ് ആയിട്ടാണ്. അപ്പോൾ മഞ്ഞ് വരണം, മഞ്ഞ് വന്നാലേ വരും. അപ്പോൾ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ്. ഇപ്പോൾ വണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഇതാണ് സൂസമ്മേൻ്റെ റൂം. വാ, സൂപ്പർ ഗൈസ്. എങ്ങനെയുണ്ട് റൂം അമ്മേ? ആണോ? ഞാൻ ബിരുമോനോട് പറഞ്ഞിരുന്നു ഒരാഴ്ച അല്ലേ. ബാത്റൂമും കാര്യങ്ങളൊക്കെ. ഇത് റൂം. അമ്മയ്ക്ക് വ്യൂ കുറവാണ്. ഇവിടെ ഉണ്ട് അല്ലേ. അപ്പം ഞങ്ങൾ ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. അപ്പോൾ ട്രക്കിങ്ങിന് ഇപ്പോൾ സമയം 2:30 വണ്ടി വരും. അപ്പം ഞങ്ങൾ ട്രക്കിങ്ങിന് പോവാണ്. അമ്മയൊന്നും ഇല്ല, ഞങ്ങൾ കുറച്ച് ആൾക്കാർ. നാളെ രാവിലെ അമ്മയുണ്ട്, അമ്മയില്ല. അപ്പം ഈ ഒരു കോട്ടേജ് 2 റൂംസാണ് വരുന്നത്. 2 കോട്ടേജായിട്ട് വരുന്നത്. അപ്പുറത്ത് വേറെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ട്രക്കിങ്ങിന് പോവാണ്. ആ വീഡിയോ നമുക്ക് കാണാം. പോയിട്ടൊന്ന് കയറ്റി നിർത്തണേ.
അങ്ങനെ ഇതേ ഞങ്ങൾ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ജീപ്പിൽ കയറി. ഒരു റിസോർട്ടുകാർ തന്നെ റെഡിയാക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അപ്പം ഇവിടെ വരുന്നവരെല്ലാവരും ട്രക്കിങ്ങിനാണ് മെയിനായിട്ട് പോകുക. പിന്നെ പാരാഗ്ലൈഡിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കര പൈസ ആയതുകൊണ്ട് നമ്മളതിനൊന്നും പോയില്ല. പിന്നെ മക്കൾക്കെല്ലാം ക്യാമറ ഷൈ ആണ്. ആർക്കും ഒരു താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ക്യാമറയിലോട്ട് നോക്കാൻ. ഞാനും എൻ്റെ അമ്മയും എൻ്റെ മക്കളും ഉണ്ട് ക്യാമറയിൽ നോക്കുന്ന ആൾക്കാർ. പിന്നെ മക്കൾ ആദ്യമായിട്ട് ജീപ്പിൽ കയറി എൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. നല്ലപോലെ തെറിക്കുന്നുണ്ടായിരുന്നു, നല്ല സ്പീഡും ഉണ്ടായിരുന്നു. അപ്പം ഫുൾ അപ്പുറത്തും ഇപ്പുറത്തും ഓപ്പൺ ആയതുകൊണ്ട് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ട്രക്കിങ്. അത് പിന്നെ ഇപ്പം മെയിൻ റോഡിൽ കൂടിയാണ് പോകുന്നത്. അവിടുന്ന് കുറേ ദൂരം മുമ്പോട്ട് പോയതിന് ശേഷമാണ് നമ്മളെ ഓഫ് റോഡ് കൊണ്ടുപോകുന്നത്. സ്ഥലത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. കുറേ ദൂരം അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓഫ് റോഡ് വന്നതിന് ശേഷം നമ്മളൊരു വെള്ളച്ചാട്ടത്തിലോട്ട് കൊണ്ടുപോകായിരുന്നു ചെയ്തിരുന്നത്. അപ്പം നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല, കാരണം തലേദിവസം നല്ല പെരുമഴയായിരുന്നുകൊണ്ട് വെള്ളത്തിന് നല്ല പവറായിരുന്നു. അതുകൊണ്ട് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഈ ട്രക്കിങ്ങിന് വരുന്ന ആൾക്കാർ തന്നെയാണ്. അവരെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ജീപ്പ് നിർത്തിയിട്ടതിന് ശേഷം നമുക്ക് വെള്ളത്തിൻ്റെ അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുന്നവർ ഭയങ്കര ഡേഞ്ചറാണ്. ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓഫ് റോഡ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് വാഗമൺ ഹിൽ ടോപ്പിലാണ്. അവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറായിരുന്നു. കാരണം ഇടുക്കി ഡാമെല്ലാം അവിടെ കിടന്നാൽ കാണാം. അതുപോലെ നിറച്ച് പുല്ലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ സൂപ്പറായിരുന്നു അവിടുത്തെ ഒരു ഏരിയ. അവിടെയെല്ലാം ഈ ഓഫ് റോഡ് ചെയ്യുന്നവരെല്ലാം, പിള്ളേരെല്ലാം അടുത്ത് ഓഫ് റോഡ് ചെയ്യുന്നവരെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് കാണിച്ചിട്ടേ അവർ തിരിച്ച് കൊണ്ടുപോവുള്ളൂ. അപ്പം അവിടുത്തെ ഒരു വ്യൂവും സൂപ്പറാണ്. ഹിൽ ടോപ്പാണ്. അപ്പോൾ അതെ ഞങ്ങൾ വാഗമണിൻ്റെ മലയോര പ്രദേശങ്ങൾ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുമല്ലോ ഈ വയസ്സുകാലത്തിന്. സത്യം കർത്താവേ. ഇടുക്കി ഡാം അല്ലേ? ഇടുക്കി ഡാമാണോ പറഞ്ഞത്? ഇടുക്കി ഡാമാണല്ലേ? ഞങ്ങളിത് കാണുന്നത് ആലപ്പുഴയാണ്, അത് ഇടുക്കി ഡാമാണ്.
അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹിൽ ടോപ്പിൽ വന്നു. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കാണാൻ പറ്റുക. ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇടുക്കി ഡാം നന്നായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു, ജസ്റ്റ് ഒന്ന് കണ്ടു, ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന വഴിക്കായിരുന്നില്ല തിരിച്ചു പോയത്, വേറെ കുറേ ഏതൊക്കെയോ വഴി കൂടെ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങൾ എന്തായാലും റൂമിലെത്തിച്ചു. പിന്നെ ഞങ്ങൾക്ക് വലിയ ബോഡി പെയിനും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ, ഒന്ന് ഇളകി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെയാണ്, തങ്ങളുപാറ പോവാണ്. ഞങ്ങൾ വന്ന് ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 1.5 പോക്കായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നടുവിൻ്റെയൊക്കെ ഉപ്പാട് തെറ്റി. അപ്പം ഞങ്ങൾ നല്ല മഞ്ഞുള്ള സ്ഥലത്ത് പോവാണ്. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ജീപ്പിലാട്ടോ പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രക്കിങ്? പൊളിയായിരുന്നു. നടുവൊക്കെ നല്ല സൂപ്പറാണ്. 2 വെള്ളച്ചാട്ടം കണ്ടു, നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ഭയങ്കര മഴയായിരുന്നു, ഭയങ്കര വെള്ളമാണ്, ഹെവി റെയിൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് തങ്ങളുപാറ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നത് അവിടെ ഒരു പണി നടക്കുന്ന റിസോർട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഹിൽ ടോപ്പിൽ വെച്ചിട്ടാണ് ഈ റിസോർട്ടിൻ്റെ പണിയൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് അതിൻ്റെ മണ്ടേ നിന്നുകൊണ്ട് താഴോട്ടുള്ള ബ്യൂട്ടി ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം അവിടെ നിന്നാൽ എല്ലാം കാണാം, പണി നടക്കുന്നതേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട് കാണാം, നല്ല അടിപൊളി സ്ഥലം. എന്തൊരു തണുപ്പായിരുന്നറിയോ, തണുപ്പ് കൊണ്ട് ഞങ്ങൾ തണുത്ത് വിറച്ചു. ഈ ഹിൽ ടോപ്പിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞൊരു അപാരം കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് പേടിയാവുന്ന പോലെ തണുപ്പ്, ഭയങ്കര തണുപ്പായിരുന്നു. പിന്നെ കുറേ മലകളും റിസോർട്ടുകളൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ നല്ല മഞ്ഞുള്ള സ്ഥലത്താണ് പോയത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരിക്കണം ഈ ഒരു സ്ഥലം. അന്നൊക്കെ ഭയങ്കര ക്ലൗഡി ആയിരുന്നുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്, വലിയ മഞ്ഞ് കാര്യമായിട്ടില്ല. അപ്പോൾ തങ്ങളുപാറേൻ്റെ ഇപ്പുറത്തെ വശമാട്ടോ. ഇതിന് നമ്മൾ ആ ഒരു പാറയിലോട്ടൊന്നും കയറിയിട്ടില്ല, പിള്ളേരെയും കൊണ്ടൊക്കെ പോകുമ്പോൾ ഡേഞ്ചറാണല്ലോ. അപ്പോൾ നമുക്കത് കാണാം. അപ്പം ആ ഒരു ഏരിയയും കൂടെ കാണിച്ചു തരാമേ. നല്ല ഇവിടെ ചെന്ന് നിന്നാൽ സൺസെറ്റൊക്കെ നന്നായിട്ട് കാണാം. നല്ല ഭംഗിയായിരുന്നു അത് കാഴ്ച, നല്ല ഭംഗിയായിരുന്നു. രസമുണ്ടായിരുന്നു. നല്ല മഴയും ഒന്നും ഇല്ലാണ്ടിരുന്നത് കൊണ്ട് ആ ഒരു ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ പറ്റി. ഒരു 6 മണി 5:45 ആ ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ സൺസെറ്റൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആൻറ്റി എടുക്കല്ല, ആൻറ്റി എടുക്കല്ല ആൻറ്റി. അതെ, ഈ യൂട്യൂബിൽ നിന്ന് ഇനിയിപ്പോൾ കല്യാണം വന്നാലോ പറയാൻ പറ്റത്തില്ല. സുന്ദരിനെ ഒന്ന് കാണിച്ചു. ഈ സുന്ദരന്മാരാരാ, ഞങ്ങളതേ കെട്ടാൻ വേണ്ടി. സുന്ദരന്മാരെന്ന് പറഞ്ഞപ്പോൾ മുഖം തിരിക്കുന്ന ഗൈസുകളെ കണ്ടു. ഇത് ഞാൻ എന്താ വീട്ടിലേക്ക്, എൻ്റെ യൂട്യൂബിനോട് പുച്ഛമുള്ള ആൾക്കാരാണ് ഗൈസ് ഇവർ. എൻ്റെ കൊച്ചല്ലാണ്ട് വേറൊരാൾ നോക്കുന്നില്ല. ബെല്ലും അമർത്തണം. ഇവിടെ നിന്നാണ് ഞാൻ തെന്നിപ്പോയാൽ പോയി. അപ്പോൾ അതിനുശേഷം ഇതായിരുന്നു കേട്ടോ തങ്ങളുപാറ. അപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ പിള്ളേരും കൊണ്ട് പോകുന്നത് ഭയങ്കര ഡേഞ്ചറാണല്ലോ, പാറയൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ട് തെന്നി കിടക്കുന്നതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ പോകാൻ പാടില്ല, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ അതിന് ശേഷം ഞങ്ങളൊരു വെള്ളച്ചാട്ടത്തിലോടാണ് പോയത്. അപ്പം തന്നെ നല്ല ലൈറ്റൊക്കെ പോയിരുന്നു. പിന്നെ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പേരെന്തായിരുന്നു, പാലരുവി വെള്ളച്ചാട്ടം. നമ്മുടെ റിസോർട്ടിൻ്റെ കുറച്ച് താഴെയായിട്ട് വരും. ഒരു അങ്ങേ മല എന്നൊക്കെ പറയാം. അവിടെ നിന്ന് കുറച്ചിറങ്ങി പോരുമ്പോൾ ഈ സംഭവം കാണാം. പക്ഷേ റിസോർട്ടിൻ്റെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ വേലിയൊക്കെ തിരിച്ചിട്ട് കുറച്ച് ദൂരം നിന്നിട്ട് നമുക്കിത് കാണണം. നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു കേട്ടോ. അതിനുശേഷം അതൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ബാർബിക്യൂ ഉണ്ടായിരുന്നു, ചപ്പാത്തി, മയോനൈസ്, പിന്നെ അത് കോമ്പിനേഷൻ, പിന്നെ കപ്പയും ബീഫ് കറിയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചു. എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞിരുന്നതുകൊണ്ട് പിന്നെ നല്ല പിടിയാണ് പിടിച്ചത്. അതുകൊണ്ട് കപ്പയും ബീഫും കുറച്ച്, ബീഫ് കറി ലാസ്റ്റാണ് കിട്ടിയത്, അതുകൊണ്ട് കുറച്ച് ബാക്കി വന്നു.
ബാക്കി വേണ്ടേ ബാർബിക്കൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി എല്ല് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹോംലി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ റൂമിൻ്റെ ബാൽക്കണിയിൽ വന്നിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചത്. അപ്പം കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ടായിരുന്നു, ലൈറ്റിനധികം വെട്ടമില്ലായിരുന്നു. അപ്പോൾ ഇരുട്ടത്തിരുന്ന് ഞങ്ങൾ കഴിച്ചതൊക്കെ കുഴപ്പമില്ലായിരുന്നു. നല്ല അടിപൊളി ബീഫ് കറിയും കപ്പയൊക്കെ ആയിരുന്നു. ഇപ്പം കാണുമ്പോൾ കൊതി വരുന്നു. അപ്പോഴത്തേക്ക് അന്ന് കഴിച്ചപ്പം നല്ല പിന്നെ ഒരു ബാർബിക്കും ചപ്പാത്തി എല്ലാം കൂടെ ഫസ്റ്റ് നല്ലോണം അടിച്ച് കയറ്റിയതുകൊണ്ട് എല്ലാവരും വിശപ്പ് അങ്ങ് അടങ്ങിയായിരുന്നു. പിന്നെ കപ്പയും ബീഫും വന്നപ്പോൾ അതിരിച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. പിന്നെ എല്ലാവരും കപ്പയും ബീഫൊക്കെ കഴിച്ചു. പിന്നെ ഒരു ചേച്ചിയും ചേട്ടനും വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഹോംലി ഫുഡിൻ്റെ തന്നതായ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡിന് ശേഷം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ലല്ലോ, എല്ലാം റെസ്റ്റ് എടുത്തു. പിന്നെ നല്ലൊരു പ്രഭാതമായിരുന്നു പിറ്റേ ദിവസം. അന്നത്തെ ദിവസം ഏതായിരുന്നു? വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ വ്യാഴാഴ്ച നമുക്ക് തിരിച്ച് പോരണം. ഇന്ന് റിട്ടേൺ ആണ്. ഇന്ന് ചെക്കൗട്ടൊക്കെ ചെയ്ത് നമ്മൾ റിസോർട്ടിനോട് ടാറ്റ ബൈ ബൈ പറയും. അപ്പോൾ രാവിലെയുള്ള ഒരു മോർണിംഗ് കാഴ്ചയാണ് കേട്ടോ ഇത്. നല്ല സൂപ്പറായിരുന്നു. ഇത് മഞ്ഞെല്ലാം നീരാവി ഇങ്ങനെ പറക്കുന്നത് കാണാം. അതാണ് പൈൻ മരത്തോട്ടം. അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നീരാവി പറക്കുന്നതാണ്. രാത്രിയിൽ എപ്പോഴും മഴ പെയ്തിരുന്നു, നമ്മൾ അറിഞ്ഞിരുന്നില്ല. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അദ്ദേഹം സഹിക്കാൻ പറ്റാം. പിന്നെ ഉണ്ടായിരുന്നത് കപ്പയും അതിൻ്റെ സൈഡിൽ കൂടെ റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ നല്ല കട്ടൻ ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കാരണം ബ്രേക്ക്ഫാസ്റ്റും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ അതേ ബ്രേക്ക്ഫാസ്റ്റ് വന്നിരിക്കുകയാണ്. നല്ല മുട്ടക്കറി, നല്ല പാലപ്പമാണ്, ചൂട് പാലപ്പം. അപ്പം അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പമായിരുന്നു. നല്ല മുട്ടക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അതേ ഞങ്ങൾ പോകാൻ റെഡിയായി ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച കാണിച്ചത്. അപ്പോൾ ഞങ്ങൾ പോവുകയാണ് നേരെ കട്ടപ്പന. പിന്നെ ഓടിക്കോ ഗൈസ് ഒരെണ്ണം വന്നാൽ മതി. ഒരു സ്ലോ മോഷൻ കിടക്കട്ടെ അല്ലേ. യൂട്യൂബിലോട്ടാന്ന് അറിയാണ്ട് ചുമ്മാ നടക്കുന്നതാണ് പാവം ഭർത്താവ്. സ്ലോ മോഷനിലാക്കി ഞാനത്. അങ്ങനെ ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷമുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും റെഡിയായി പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ വീട്ടിലോട്ടൊക്കെ. നമ്മുടെ പപ്പ. അപ്പം ഒരു ദിവസത്തെ ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. റിസോർട്ട് സൂപ്പറായിരുന്നു. അടിപൊളി കോട്ടേജായിരുന്നു. അങ്ങനെ അതെ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് മക്കളെ. ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എല്ലാവരും ആയിട്ടില്ല കേട്ടോ. ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാരും കൂടെ ഉണ്ട്. അവർക്കൊന്നും വരാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എങ്കിൽ കൂടെ നെക്സ്റ്റ് ടൈം പൊളിക്കുന്നതായിരിക്കും. ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. നമ്മുടെ ബിയോണ്ട് പൈൻസ് എന്നോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ചർച്ച്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഫേമസ് സിനിമയായിട്ടുള്ള മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമ തന്നെ. ആ സിനിമയിൽ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സീന് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, മോഹൻലാലും മഞ്ജു വാര്യരും ഒക്കെ ആയിട്ടുള്ള. അപ്പം അത് കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു എനിക്ക്. നമ്മൾ പോകുന്ന വഴിക്കാണല്ലോ, ജസ്റ്റ് അതും കൂടെ ഒന്ന് കയറി കാണാം. ഇന്ന് ടൈമുണ്ട്, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും ആ ഒരു ചർച്ചിലോട്ട് വന്നു. സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നാണ് ഈ ചർച്ചിൻ്റെ പേര് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഒരു നടുക്ക്, ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊരു ചർച്ച്, പഴയ ചർച്ചായിരുന്നു ഇത്. അതിൻ്റെ പണി എന്ന് പറയുന്ന സംഭവങ്ങൾ, ഇത് മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നൊരു ചർച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് സിനിമാക്കാർ തന്നെ അത് ഷൂട്ടിങ്ങിന് ശേഷം അവർ തന്നെ മെയിൻറ്റെയിൻ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. 1957 പണിയിപ്പിച്ചതാണ് ഈ ഒരു ചർച്ച്. അപ്പം തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ ഈ ഒരു ചർച്ച് അതുകൊണ്ട് മാസത്തിൽ 1 ഉള്ളൂ ഇതിവിടെ ആരാധനയും കാര്യങ്ങളൊക്കെ. അപ്പം
കുറേ പേര് വന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു. ഇതിനോട് ചേർന്ന് ഞാൻ മരത്തിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ശവക്കോട്ടയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഒരു മരം എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരില പോലും ഇല്ല, നല്ല കാമായിട്ടുള്ളൊരു ഏരിയ. ശരിക്കും ചിലപ്പം എവിടെയോ നോക്കുമ്പോൾ ഒരു പേടിയാവുന്നതുണ്ടോ എന്നൊരു സംശയം. അതുപോലൊരു ചർച്ചായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി. നല്ലൊരു ഭംഗിയുള്ളൊരു ശവക്കോട്ടയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും അടുത്ത് അങ്ങനെ എനിക്ക് തോന്നിയത്. എനിക്ക് മാത്രമേ തോന്നിയിട്ടുണ്ടാവുള്ളൂ, ആർക്കറിയാം. എന്താണെങ്കിലും ഞങ്ങളതിലെല്ലാം ഒന്ന് ചുറ്റി കറങ്ങി നടന്നു. പേടി തോന്നി എന്ന് പറയാൻ കാരണം ഈ ഒരു ശവക്കോട്ട അടുത്തുള്ളത് കൊണ്ടും പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ, തോന്നിയത് ഒരു കാര്യം പറയുകയാണേ. പിന്നെ അവിടെ അടുത്തൊന്നും ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഈ ഒരു പള്ളി മാത്രമേ ഉള്ളൂ, ഈ ഒരു ചർച്ചായിട്ട് മാത്രമേ ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചർച്ച് 1957 അവർ പണിതു. ഇത്രയും കാലം അത് ഇങ്ങനെ നിന്നതും ഒക്കെ ഒരു അത്ഭുതം തന്നെയാണല്ലോ. അപ്പം നമുക്കൊരു കുടീരമൊക്കെ ആയിട്ട് കണക്കാക്കാം. ആ ഒരു മരം പൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. പിന്നെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കാണാം. പിന്നെ ഇവിടെ ആരും ഇല്ല, മനുഷ്യന്മാർ പോലെ ആരെയും കാണാനില്ല. നല്ല ഭംഗിയായിരുന്നു. യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ ഈ ട്രാവൽ ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നും ചെയ്യുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇടുക. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.